തട്ടുകടക്കാരൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന നല്ല മൊരിഞ്ഞ ഉഴുന്നുവട നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അതിനായിട്ട് നമ്മൾ തലേന്ന് രാത്രി കുതിർത്ത് വെച്ചിട്ടുള്ള 1.5 കപ്പ് ഉഴുന്നെടുത്തിട്ടുണ്ട്. അത് നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ അതിലേക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തു. പിന്നെ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ നന്നായിട്ട് അരച്ചെടുത്തു, നല്ല ഫൈനായിട്ട് അരച്ചെടുത്തു കേട്ടോ. പിന്നെ നമ്മൾ അതിലേക്ക് ഒരു 2 അല്ലി വെളുത്തുള്ളി ചേർത്തിട്ടുണ്ട് കേട്ടോ. വെളുത്തുള്ളി ചേർക്കുന്ന വീഡിയോ ഞാൻ ഇടാൻ മറന്നുപോയി, അതുകൊണ്ടാണ് ഞാൻ കാണിച്ചു തന്നത്. പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ഒരു ചെറിയ ഉള്ളി നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചെറിയൊരു ഉള്ളിയുടെ കഷ്ണമാണ് കേട്ടോ. പിന്നെ നമ്മൾ കുറച്ച് കറിവേപ്പില, കുറച്ച് മല്ലിയില, പിന്നെ ഒരു പച്ചമുളകും കൂടി നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു ചെറിയ പച്ചമുളകാണ് കേട്ടോ, എരിവിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് അത് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് നോക്കുമ്പോൾ മാവ് കുറച്ച് ലൂസാണ്. അപ്പോൾ നമ്മൾ അതിലേക്ക് ഒരു 1/2 കപ്പ് അരിപ്പൊടി കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അരിപ്പൊടി കൂടി ഇട്ട് കൊടുത്തപ്പോൾ കറക്റ്റ് കൺസിസ്റ്റൻസി ആയി. പിന്നെ നമ്മൾ അത് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമ്മളത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ചട്ടിയിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് നമ്മളിങ്ങനെ ഓരോ കൈ കൊണ്ടാണ് നമ്മളിങ്ങനെ ഇടുന്നത് കേട്ടോ. അപ്പോഴാണ് അതിൻ്റെ ഒരു ഷേപ്പിൽ കിട്ടുക. പിന്നെ നമ്മൾ നന്നായിട്ട് അത് മുരിഞ്ഞ് വരുന്നവരെ നമ്മളത് ഫ്രൈ ചെയ്തെടുത്തു കേട്ടോ. ഒരു ഭാഗം മുരിഞ്ഞ് കഴിയുമ്പോൾ മറിച്ചിട്ടു. എന്നിട്ട് അടുത്ത ഭാഗം മുരിയാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്തു. പിന്നെ നമ്മളത് കോരി മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ നല്ല ക്രിസ്പി ആയിട്ടുള്ള ഉഴുന്നുവട ഇങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ നമുക്കതിന് സൈഡായിട്ട് ഒരു ചട്നി കൂടി ഉണ്ടാക്കിയെടുത്താലോ. അതിനായിട്ട് നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് ചെറിയ വെച്ചിട്ടുള്ള തേങ്ങ ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ അതിലേക്ക് കുറച്ച് മല്ലിയില ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ 2 പച്ചമുളകാണ് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഒരു കഷ്ണം ഇഞ്ചിയും കൂടി നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 4 കാഷ്യൂ നട്ട്സും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അടിച്ചെടുക്കുക. പിന്നെ നമ്മൾ ചട്ടി വെക്കുക, അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ കടുക് പൊട്ടിക്കുക. അതിലേക്ക് നമ്മൾ ചുവന്നമുളക് 2 ചുവന്നമുളക് ഇട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ശേഷം നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള തേങ്ങ അതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുക. കുറച്ച് നീണ്ടൊരു ചട്നിയാണ് നമുക്ക് വേണ്ടത്. എന്നിട്ട് അതങ്ങനെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ അതിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. അതൊന്ന് തിളച്ച് വരുമ്പോഴേക്കും നമ്മുടെ ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസ് കാണുന്നതായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ നമ്മുടെ ബെല്ലൈക്കൺ പ്രസ് ചെയ്തിട്ട് അതിൽ ഓൾ എന്ന ഓപ്ഷൻ ഞെക്കിയിട്ടുണ്ടെങ്കിൽ നമ്മളിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ നിങ്ങളൊന്ന് മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുക.